ഹലോ ക്രിസ്, നമ്മുടെ വെച്ചാൽ പുതിയൊരു വീട്ടിലെല്ലാം സ്വന്തം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് വണ്ടികളും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പോകണം. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിലവിലുള്ള വണ്ടികൾ വന്നിട്ട് രണ്ട് വണ്ടിയാണ്. നമ്മുടെ R15 V3 റെഡും പിന്നെ ഈ പുറകിൽ കവറിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു കാറും വന്നിട്ട് അപ്പോൾ ഒരു വണ്ടി കൂടെ ഉണ്ട് നമ്മുടെ തുണ്ടോട്ടം വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓല ഇലക്ട്രിക്. അപ്പോൾ ഇത് ഞാനും ഫ്രണ്ടും കൂടെയാണ് യൂസ് ചെയ്ത് പറഞ്ഞത്. പിന്നെ ഫ്രണ്ടിൻ്റെ R15 കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ബൈക്കും കാറും ഇന്ന് പോകുമെന്ന് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കവർ ഒന്ന് ഊരി എടുക്കട്ടെ. കവർ കിടക്കുന്നുണ്ട്. ഇപ്പം വലിയ പൊടിയില്ല, പക്ഷെ നമ്മൾ റോഡ് ഓട്ടങ്ങൾക്ക് നമ്മൾ പോയിട്ട് വരുമ്പോൾ ഉള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. കണ്ട സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒറ്റയ്ക്ക് ഈ കവർ ഇളക്കുന്ന ടാസ്ക്കാണ്. ഒരു സൈഡിൽ കൂടി ഇളക്കുമ്പോൾ മറു സൈഡിൽ ഗ്ലാസ്സിലോ ഹാൻഡിനയിലോ എന്തെങ്കിലും കയറി പിടിക്കും. അപ്പം നമ്മുടെ ഈ ഒരു കാറ് വന്നിട്ട് കണ്ട നമ്മൾ വെളിയിൽ ഓട്ടത്തിനൊക്കെ പോയിട്ട് വരുമ്പം ഇതിനകത്ത് പൊടിയാവും, അല്ലാതെ ഒരൽപ്പം പോലും പൊടിയാവൂല വണ്ടിക്കകത്ത്. ഇനി ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഏകദേശം 1 വർഷത്തോളമായി. വണ്ടി വന്നിട്ട് നമ്മൾ കഴുകുന്നത് ഇവിടെ ആയിട്ടാണ് കഴുകുന്നത്. അപ്പോൾ റാമ്പിൽ കയറ്റി അങ്ങനെ എന്നുള്ള അല്ലാത്തതുകൊണ്ട് നമ്മൾ അടിഭാഗമൊന്നും നമ്മൾ വൃത്തിയൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട നമ്മൾ കാർ കൊണ്ട് സർവീസിന് കൊടുക്കാൻ പോകണം. പിന്നെ ബൈക്ക് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോണത് ബൈക്ക് നമ്മൾ പണി ചെയ്തിട്ട് അധികം ഓടിയൊന്നുമില്ല കേട്ടോ. കൊണ്ടത് അവിടെ ചേച്ചിയുടെ മോൻ്റെ വീട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. USD ഫോർക്ക് നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു. നോർമൽ ഈ കണക്കിനാണ് ഫോർക്ക് പറഞ്ഞത്. ഫോർക്ക് മാറ്റി നമ്മൾ USD ഫോർക്ക് ആക്കിയപ്പോൾ അതിനകത്ത് ഒരു സ്റ്റമ്പിന് എന്തോ ഡാമേജ് കേട്ടോ. നമ്മൾ സെക്കൻഡ് വാങ്ങിയതാണ് ആ സ്റ്റമ്പ്. അപ്പം അത് റീപ്ലേസ് ചെയ്ത് ആ സ്റ്റമ്പ് നമുക്ക് കിട്ടുമെന്ന് പറയും. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിപാടിയിലെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അതൊന്നും പറയല്ലോ. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ചേച്ചിയുടെ മോയിൽ പോയി ഞാനും കാപ്പി കുടിച്ചൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമ്മുടെ ഈ ഒരു ചെറു വീഡിയോ ഇപ്പം നമ്മുടെ ചാനൽ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോളൂ, ബെല്ലൈക്കൺ അപ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച് ചെയ്യാം. ഗൈസ്, നമ്മുടെ വണ്ടി തണ്ടിവിടെ വന്നിട്ടുണ്ട്. അവിടെ പോയി ഇതെന്താ മൂടി വെച്ച വണ്ടി പൊടി അടിച്ചിരിക്കുന്നു. നല്ല പയ്യൻ ഇവിടെ തന്നെ കൊണ്ടുപോയിക്കാം. കണ്ട ഇതിൽ ഫുള്ള് കച്ചറയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് എടുക്കണം. നമുക്ക് അങ്ങോട്ട് വന്ന് കുളിച്ച് സെറ്റായി നമ്മൾ വന്നിട്ടുണ്ട്. രാവിലെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ രാവിലെ തന്നെ കിട്ടും. പോവല്ലേ? കുറേ ദിവസമായി നമ്മൾ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇനി സ്റ്റാർട്ടാകാൻ പോകുന്നത് കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചക്കകത്ത്. നമ്മൾ അന്ന് ലാസ്റ്റായിട്ട് പോയപ്പം സിറ്റി പോയപ്പോൾ കൊണ്ടുപോയതാണ്. 2 ആഴ്ച അല്ല, സോറി, ഒരാഴ്ച എന്തായിരുന്നു. ഇന്റീരിയർ അങ്ങനെ അത്യാവശ്യം നീറ്റായിട്ടാണ് കിടക്കുന്നത്. കണ്ട ഞാൻ അത്യാവശ്യം കഴുകി വൃത്തിയാക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇനി മറ്റേ 5D മേറ്റെന്തോ ഉണ്ട്, അതുകൂടെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. ഇന്റീരിയർ അത്യാവശ്യം ക്ലീൻ തന്നെയാണ്. ഞാൻ കൂടുതലും AC ഓടണമുണ്ട്. വെളിയിൽ നിന്ന് അധികം പൊടി വരാൻ ചാൻസ് ഇല്ല, വളരെ കുറച്ച് എന്നാലേ ഉള്ളൂ. ഓക്കെ, കണ്ട ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ 2 വണ്ടികളും ഇനി ആര് കഴിവുന്നോ, നമ്മുടെ R35 ബസ്റ്റാക്ക്. വണ്ടി കൊണ്ട് കൊടുത്തിട്ട് വരാം. രാവിലെ കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ ബൈക്ക് നമുക്ക് കൊണ്ടു കൊടുക്കണം. നമ്മുടെ വണ്ടിക്കകത്ത് ചെയ്യാനുള്ള പരിപാടി ആരുടേത്? ഗൈസ്, നമ്മളങ്ങനെ സ്ഥലത്തെത്തി കേട്ടാ. ഇഷ്ടം പോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. മുതലാളിമാരൊക്കെ ഉണ്ട് ഇവിടെ. എവിടെ ഒന്നും മിണ്ടല്ല. എവിടെ വണ്ടി? ക്യാമറ ഫെയറുള്ള ആൾക്കാരാണ്. അപ്പൊ ക്യാമറ കണ്ടപ്പോ ഒന്നും മിണ്ടല്ല. ഓക്കെ, വണ്ടിയൊക്കെ ഇവിടെ വാഷ് ചെയ്തോണ്ടിരിക്കാൻ കേട്ടാ. പിന്നെ എന്റെ വണ്ടിക്കകത്ത് എനിക്ക് ചെയ്യാനുള്ളത് എഞ്ചിൻ ബേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. അത് ഫുള്ള് കച്ചറ. അത് അന്ന് വണ്ടി വാങ്ങിയ സമയം മുതലേ ഇരിക്കുന്നത്. പിന്നെ ഫുൾ ബോഡിയും പിന്നെ അണ്ടർ ബോഡിയും. ഓക്കെ, റാമ്പി കയറ്റി ഫുള്ള് പക്കയാക്കും വണ്ടി. കണ്ട കാർ സ്പാ. ഇപ്പം അത്യാവശ്യം വണ്ടികൾ ഇവിടെ ഉണ്ട്. സമയത്തിന് കിട്ടുമായിരിക്കും. സ്നോ വാഷ്, ഇന്റീരിയർ ക്ലീനിങ്, അണ്ടർ ബോഡി കെയറിങ്, അതായത് അണ്ടർ ബോഡി കോട്ടിങ്, അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് കേട്ടോ. വണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കൊണ്ടുകൊടുക്കാൻ സൗകര്യം ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഏകദേശം 10 കിലോമീറ്റർ വരെയൊക്കെ പോകുമായിരിക്കും. ബോഡി പോളിഷിങ്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ ട്രിവാൻഡ്രം നെയ്യാറ്റിങ്കര ടൗണിൻ്റെ അടുത്ത്, അമരോള CSA പള്ളിയുടെ അടുത്ത്. ഓക്കെ, നമ്മുടെ സ്വന്തം സ്ഥലം തന്നെ. അപ്പം വണ്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തെങ്കിലും വണ്ടി ഇതാണൊക്കെയുള്ള വണ്ടിയിലുള്ള വർക്കുകൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേരെ ഇവിടെ വരാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് വണ്ടിയുടെ എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ, ഷോപ്പിൽ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. അപ്പം വണ്ടി ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ഒന്ന് സാധനം എടുത്തിട്ട് കഴുകി സെറ്റാക്കി വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടെത്തിച്ച് തരും. അപ്പം നമ്മളെ വണ്ടി ഇവിടെ നമ്മൾ കൊടുത്തിട്ട് പോകാൻ പോകണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വീട്ടിലിട്ടൊക്കെ വാഷ് ചെയ്യണത് പോയിട്ട് റാമ്പിൽ കയറ്റി അടിയൊക്കെ ഒന്ന് പക്കയായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. അതൊരു 3 മാസത്തിലൊരിക്കോ 4 മാസത്തിലൊരിക്കൊക്കെ വണ്ടി ഓട്ടത്തിനനുസരിച്ച് ഒരിക്കലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു ലാൻസർ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ റിമ്മൊക്കെ അയ്യോ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പരിചയക്കാര ഒരു ആളാണ് വിപിൻ. ഇതെൻ്റെ ഇവിടെ ഉണ്ട് കണ്ടാ. പയ്യൻ്റെ വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. കൊള്ളാം. കണ്ട ഈ റിമ്മ് കണ്ടോ
റിമ്മിന്റെ ആ ഒരു വൈഡ് കണ്ട, ഈ റിമ്മിന്റെ നമ്മൾ ഇന്തോനേഷ്യയിലെ കാണുമ്പോൾ അപ്പോൾ അത് ജപ്പാനിലെ കാണുമ്പോൾ ഇങ്ങനെ സൈഡ് ഒന്ന് ജസ്റ്റ് ചരിച്ചിടാൻ പറ്റിയ അടിപൊളിയായിരിക്കും തോന്നുന്നു. ആ വർക്ക് എന്ത് ചെയ്താണോ അങ്ങനെ ചെയ്യണമെന്ന് എന്തായാലും അറിയാൻ വയ്യ. ഞാൻ വണ്ടി എഞ്ചിൻ ബേ ഒന്ന് കാണിച്ചുതരാം. ഫുള്ള് കച്ചറയായിട്ടാണ്ടിരിക്കുന്നത്. അയ്യോ കണ്ടാ, എഞ്ചിൻ ബേ കണ്ട ഫുള്ള് കച്ചറയാണ്. പിന്നെ അടിയിലൊരു പ്ലാസ്റ്റിക് ഒരു കോട്ടിങ് ഒരു സംഭവം വരും, അത് ഇല്ലാത്തത് കൊണ്ടാണ് അടിഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഫുള്ള് വൃത്തിയാക്കി നമുക്ക് സെറ്റ് ആക്കി എടുക്കണം. പൈസ കണ്ട, ഇതിന്റെ ഫോർക്കിനകത്ത് കണ്ട ഓയിൽ ലീക്ക്. ഈ സൈഡ് പ്രശ്നമൊന്നുമില്ല കണ്ട, ഈ സൈഡ് വേറെ പ്രശ്നമൊന്നുമില്ല, റൈറ്റ് സൈഡാണ് പ്രശ്നം. ഇത് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വണ്ടി ഓടാത്തത് കൊണ്ടായിരിക്കും. ഓടി തുടങ്ങുമ്പോൾ വീണ്ടും ലീക്ക് തുടങ്ങും. അതിനെ കൊടുത്തിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്ത് വാങ്ങണം. അതിന് എന്ന് കിട്ടുമോ തരിക, അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ കേട്ടോ. പൈസ അങ്ങനെ നമ്മൾ സർവീസ് സെൻ്ററിൽ വണ്ടി കൊണ്ടുവന്നു കേട്ടോ. വണ്ടി വെച്ചിട്ട് പോകണം. ഈ വണ്ടി വന്നിട്ട് ഇവിടെ ജോലിയാണ്. നമ്മുടെ ഒരു ചേട്ടൻ്റെ കെയർ ഓഫിനാണ് നമ്മൾ സ്റ്റമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊണ്ട് വണ്ടി കൊടുത്തത് അപ്പോൾ ഇനി റീപ്ലേസ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇനി എത്ര ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് ഒന്നും അറിയാൻ വയ്യ. ഓക്കെ, ആ സ്റ്റമ്പിൻ്റെ പ്രശ്നം. പിന്നെ വന്നിട്ട് കണ്ട ബേക്ക് തകർന്നിരിക്കണം. ആ ബാക്ക് പൊട്ടിയിരിക്കണത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പോൾ, സനലിൻ്റെ ഷോപ്പിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരുന്നപ്പം കിട്ടിയ പണിയാണ്. ഇത് ഈ മാക്കായി എവിടെയോ കൊണ്ട് ഇടിച്ച് ചെരുവിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന് എവിടെയോ കൊണ്ട് ബ്ലോക്കിൽ വെച്ച് അടവിടിച്ചിട്ട് പോയല്ലേ എന്ന് അവൻ പറയണു. എനിക്കറിഞ്ഞൂടാ, എന്തായാലും വണ്ടിയിൽ ആ സാധനം പോയി, അതുകൂടെ ഇനി മാറണം. അത് മാത്രമേ പൊട്ടിയുള്ളൂ, വേറൊന്നും പറ്റിയില്ല. എൻ്റെ പണിതിട്ട് വീട് വരെ എത്തിയതേ ഉള്ളൂ, എത്തിയില്ല. അതാണ് സംഭവം. വണ്ടി ഇനി എന്ന് കിട്ടുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും 2-3 ദിവസം ആവുമായിരിക്കും റെഡിയായി വണ്ടി കിട്ടട്ടെ. ഓക്കെ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ല, അതെന്തായാലും റീപ്ലേസ് ചെയ്ത് കിട്ടണം അല്ലേ. അപ്പം നീ അതല്ല സ്റ്റമ്പിന്റെ കാര്യം ശരി എന്നാ, അത് നീ എന്തായാലും കപ്പ് മാറി വയ്ക്കണം. അത് വില പറഞ്ഞു 10-100-200 രൂപയാവുള്ളൂ. അപ്പം എന്തായാലും ശരിയെന്നാ, നമ്മൾ ഇനി വീട്ടിലോട്ട് പോട്ടെ. നോക്ക് ഇങ്ങോട്ട് ചൂടുകുരു കയ്യിൽ കണ്ട കാണുന്നുണ്ടോ? ചൂടുകുരു. ഈ സാധനം വെയിലത്തിറങ്ങാൻ മാത്രം കിട്ടണതാണ്. പിന്നെ കുളിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ മൊട്ടം വെയിൽ. പറഞ്ഞില്ലേ ചൂടുകുരു അല്ല വട്ടച്ചുറി, ചൂടുകുരു. ഓക്കെ ശരിയെന്നാ. വണ്ടി കുട്ടപ്പനാക്കി നമുക്ക് സെറ്റാക്കി കേട്ടോ. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഫുഡും കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുത്ത് വണ്ടി നമ്മൾ കുട്ടപ്പനാക്കി കേട്ടോ. അടിയൊക്കെ ഫുള്ള് പക്കയാക്കി. കണ്ടോ എഞ്ചിൻ റൂം കണ്ട കച്ചറായിരുന്നു, ഫുള്ള് സെറ്റാക്കി. പിന്നെ ഇന്റീരിയർ കൂടെ അത് വേണ്ടാന്ന് ഓർത്തിരിക്കുകയായിരുന്നു, ഇന്റീരിയർ കൂടെ അടിപൊളിയാക്കി കേട്ടോ. ഇന്റീരിയർ ഞാൻ പറഞ്ഞ് വൃത്തിയുണ്ട് അതൊന്നും ചെയ്യണ്ടാന്ന്, പക്ഷെ ഇന്റീരിയറിനകത്ത് കയറി ഫുള്ള് അടിപൊളിയാക്കി കേട്ടോ. ഫുള്ള് ഇങ്ങനെ പൊടി മൊത്തം പറപ്പിച്ച് കളഞ്ഞിട്ട് വാക്യൂം വെച്ച് വലിച്ച് പിന്നെ അകത്ത് ഫുള്ളും എന്തൊക്കെ സാധനം വെച്ചൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി കേട്ടോ. ഈ ഡോറിൻ്റെ സൈഡിൽ ഫുള്ള് കച്ചറായിരുന്നു, എല്ലാം അടിപൊളിയാക്കി. ഓക്കെ, പിന്നെ അവരവരുടെ ഒരു ഷീറ്റ് വിട്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, ഒരു ഷീറ്റ് വിട്ട് വെച്ചിട്ടുണ്ട്, ഫുള്ള് വൃത്തിയായി കേട്ടോ. വാവ്, ഇത് കിടക്കട്ടെ 2 ദിവസം എന്തായാലും പക്കേ. പിന്നെ ഇവരെന്താ എയർ പ്രഷർ ഉള്ള ഒരു സംഭവം വെച്ച് അടിച്ചപ്പോൾ ഈ സാധനം ഇളകിപ്പോയി കേട്ടോ. അതിന് തിരിച്ചോട്ടിച്ച് വയ്ക്കണം. നമ്മളെ മസ്താങ് മാത്രം ഇളകിപ്പോയി, മറ്റേത് അവിടെ ഇരിപ്പുണ്ട് കല്ലുപോലെ കുട്ടപ്പനാക്കി. പിന്നെ ബൈക്കും ഇവിടെ സർവീസ് ചെയ്യും കേട്ടോ. ഒരു സിറ്റി വാഷ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പം ആവശ്യമുള്ളവർ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അവരെ ബേക്കിലും എല്ലാം കുട്ടപ്പന. ഈ അവര് ആ മാറ്റിനെ വരെ ക്ലീൻ ആക്കി, അടിപൊളിയാക്കി, നൈസ്. ഇവിടെയൊക്കെ ഫുള്ള് കച്ചറായിരുന്നു. ഇതിനകത്തൊക്കെ ചെറിയ സൈഡിൽ എഡ്ജ് ഭാഗത്തൊക്കെ കച്ചറ ഉണ്ടായിരുന്നു, എല്ലാം ക്ലീൻ ആക്കി കേട്ടോ. ക്ലീൻ. കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചെടി അടിച്ച രീതിയിലൊക്കെ ഉള്ള സ്ക്രാച്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കണ്ടാ അത് എങ്ങനെ കാണാ, അതാ കണ്ടാ ചോട്ടാ സ്ക്രാച്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിനി വണ്ടി കളർ ചേഞ്ച് ചെയ്യണമുണ്ട്, അതിപ്പോഴല്ല പിന്നെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നും ചെയ്യണില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടാ അടിപൊളിയാക്കി. വണ്ടി പക്ക ക്ലീനാക്കി നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇനി ആ കവർ കൂടെ എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് തരണം. നമ്മുടെ ബൈക്കിന് എപ്പോൾ കിട്ടുമെന്ന് നമുക്കറിയാൻ വയ്യ കേട്ടോ. 2 ദിവസം ആവുമായിരിക്കും, തിങ്കളാഴ്ചയോ ചിലപ്പോൾ ഒരാഴ്ചക്കകത്ത് കിട്ടും ആയിരിക്കും, എന്ന് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ശരിയെന്നാ.
ഇത് അടുത്ത ദിവസമാണ് കേട്ടോ, അതായത് തിങ്കളാഴ്ച. വെള്ളിയാഴ്ചയാണ് നമ്മൾ ബൈക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്, ബൈക്കും കാറും നമുക്ക് വൈകിട്ട് തന്നെ അന്ന് വൈകിട്ട് തന്നെ കിട്ടി. ബൈക്ക് വന്നിട്ട് ശനിയാഴ്ച, അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ബൈക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച നമുക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ നമ്മൾ പോകാൻ പോകണം കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ മോൻ വരും, അതിനെയും കൊണ്ട് ഇലക്ട്രിക്കിൽ നമുക്ക് തെറിക്കാം കേട്ടോ. നേരെ പോയി നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തിടാം. ഓക്കെ, നമ്മുടെ വണ്ടി നമുക്ക് പണി ചെയ്തേട്ടാ. സംഭവം വന്നിട്ട് ഇത് ഫുള്ള് മാറിയതാണ്, മൊത്തത്തിലായിട്ട് മാറ്റി കേട്ടോ. അപ്പൊ ഇനി വണ്ടിക്ക് പണി വരൂലായിരിക്കും എന്ന് തോന്നുന്നു. സൈലൻസറിന്റെ കപ്പ് വന്നിട്ട് ആശാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു കേട്ടോ. ഇന്ന് സാധനം ഇവിടെ കിട്ടും, അപ്പം അത് വീട്ടിലോട്ട് പറഞ്ഞ വഴിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു, കൊണ്ടുതരും. നമ്മുടെ വണ്ടി നമുക്ക് ഓൾ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കണ ഒരു വലിയ കുളത്തിനകത്താണ് കേട്ടോ. കുളം ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് ചെയ്യാൻ കൊടുക്കുന്നത് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാൻ ഓർത്തുന്നത്. ആ ഒരു സ്റ്റമ്പ് നമ്മൾ റീപ്ലേസ് ചെയ്ത സമയത്തും കിലോമീറ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു, 60,000 കിലോമീറ്റർ ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം 65,000 കിലോമീറ്റർ ആയി. ഈ 5,000 കിലോമീറ്ററിനിടയിൽ വെച്ചാണ് ഒരിക്കൽ ഓയിൽ സീൽ മാറിയിട്ടുണ്ടായിരുന്നു, രണ്ടാമത് വീണ്ടും ഓയിൽ സീൽ കംപ്ലൈന്റ് ആയി. ഈ സൈഡ് സ്റ്റമ്പ് ഫുള്ളായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടി. ആ ഒരു കപ്പ് മാത്രം മാറി വയ്ക്കണം കേട്ടോ. അത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇനി പോകാൻ പോയാണ്. വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാൻ ഓർത്തൊരു എവിഡൻസ് ആയിട്ട് സാധനം എന്തായാലും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുകയും ചെയ്യും. മറന്നു പോയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഓർമ്മ കിട്ടും. അങ്ങനെയാണ് ഞാൻ പഴയ വീഡിയോയ്ക്ക് അത് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും യാത്രാ വീഡിയോ എന്തായാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാട്ടോ. നമ്മുടെ ട്രാവൽ വീഡിയോ നമ്മൾ എന്തായാലും സെറ്റാക്കാം. നമ്മൾ 1-2 സ്പോട്ടൊക്കെ നമ്മളിവിടെ ട്രിവാൻഡ്രം ലൊക്കാലിറ്റി തന്നെ ഹിഡൻ സ്പോട്ടിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ സെറ്റാക്കാം. വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ വേറെ ഒന്നും പറയാമല്ലോ, നമ്മുടെ ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത കാണുന്നതായിരിക്കും.